ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന ഇവിടെ നമ്മുടെ അടുത്തുള്ള ഒരു 20 മിനിറ്റ് ട്രാവൽ ചെയ്യണം ചേസ് കൺട്രി പാർക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ എത്തിപ്പെട്ടത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. അപ്പം നമുക്കിന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ വഴി കൂടെ ആദ്യമായിട്ടല്ല പോണേ ഇങ്ങോട്ടേക്ക്. നമ്മളിപ്പോഴും കനോക്ക് സിറ്റി ആ ഒരു സൈഡിലേക്കല്ല പോവുക. ഇപ്പം ഇലയായി പൂവായി എല്ലാം സെറ്റായി വരുന്നുണ്ട്. നല്ല രസമായിരിക്കും പുറത്തോട്ടൊക്കെ ഇറങ്ങി പൂക്കളൊക്കെ ആയിട്ട്. മഴ പെയ്യാതിരുന്നാ നല്ലതാ. അതെ, ഞങ്ങള് കൂട്ടാൻ വന്നത് ഈ വഴിയാ. പിന്നെ നമ്മൾ ഈ വഴി വന്നിട്ടേ ഇല്ല. അന്നൊരു വട്ടം ഫോറസ്റ്റ് ആണോ കനോക്ക് ചേസ്? അങ്ങനെയാണല്ലോ, ഫോറസ്റ്റ് ഏരിയ ഇത്. ഈ കനോക്ക് ചേസ് എന്ന് പറയുന്ന സംഭവം ഒരു ഫോറസ്റ്റ് ഏരിയ. നമ്മളെ അന്ന് ബർമിംഗ്ഹാം പോയില്ലേ? ബർമിംഗ്ഹാം പോയപ്പോ വണ്ടി നോക്കാൻ പോയെ ആ റോഡാന്ന് തോന്നുന്നു അല്ലേ? വഴിക്കാന്ന് തോന്നുന്നു നമ്മൾ പോയെ. ഇവിടെ ഇങ്ങനെ ഫ്ലൈറ്റ് പോകണം. കൃഷിയിടങ്ങളാ കൂടുതലും. കൃഷി, അതെ. അന്ന് നമ്മൾ അങ്കിള് നമ്മളോട് പറഞ്ഞായിരുന്നല്ലോ അല്ലെ, കൃഷിയിടങ്ങളാണ്. നമുക്ക് നോക്കാം, ഏതെങ്കിലും ഒരു കൃഷിയിടങ്ങളിലൊക്കെ പോകാൻ പറ്റുമോ നോക്കാം. ഒന്നാമത് നമുക്ക് ഇവിടെ ഒന്നൊരു പരിചയമില്ല. ഒന്ന് പരിചയമൊക്കെ ആയി കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് ഓരോ സ്പോട്ട് ഇങ്ങനെ ലക്ഷ്യം വെച്ചിട്ട് നേരെ അങ്ങോട്ടേക്ക് പോവാം. ഇപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി ഒരു ഫ്ലൈറ്റ് പോകുന്നു. ഫ്ലൈറ്റ് ലക്ഷ്യമില്ലാത്തൊരു യാത്രയാണ്. അതുകൊണ്ട് റൗണ്ട് ബോട്ടിൽ നിന്നൊക്കെ തെറ്റിപ്പോയാലും കുഴപ്പമില്ല. എങ്ങോട്ടാണോ പോണേ അങ്ങോട്ടേക്ക് പോവാ. അവിടെ നിന്നിവിടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് തിരിച്ചു വരാം. അത്രേ നമ്മുടെ പ്ലാൻ ഉള്ളൂ. അതിന്റെ ഇടയ്ക്ക് മെയിൻ ആയിട്ട് വല്ല ഇത് പാർക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുകയാണെങ്കിൽ നമുക്ക് അവിടെ കയറാം. മെയിൻ ആയിട്ട് നമ്മൾ പാർക്കിൽ പോകുന്നു എന്നുള്ള ഉദ്ദേശത്തിൽ പോകുന്നതല്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ പോകുന്നു. അവിടെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും കാണുവാണെങ്കിൽ അവിടെ കയറുന്നു. നെക്സ്റ്റ് റൗണ്ട് ബോട്ട്. അങ്ങോട്ട് പോയി നോക്കിയാലോ? പാർക്കല്ലേ, നമുക്ക് അങ്ങോട്ട് നോക്കാം. ഇപ്പൊ മാപ്പ് സെറ്റ് ചെയ്യണമെങ്കിൽ വണ്ടി നിർത്തിയിട്ട് മാപ്പ് സെറ്റ് ചെയ്യേണ്ടി വരും. ചേസ് വാട്ടർ പാർക്ക് നെക്സ്റ്റ് ലെഫ്റ്റ് ആണെന്ന് തോന്നുന്നു. നമ്മളൊന്ന് സ്ലോ ആയപ്പോഴത്തേക്കും വണ്ടിക്കാരൊക്കെ നമ്മൾ ഓവർടേക്ക് ചെയ്ത് കയറി പോവാണ്. ഇതേ പാർക്കിലേക്ക് പോണ വഴിയാണ് ഗൈസ്. അങ്ങനെ നമ്മളിത് ഫസ്റ്റ് ലക്ഷ്യമില്ലാത്ത യാത്രയിൽ ഇതെങ്ങോട്ടാണ്? ചേസ് വാട്ടർ കൺട്രി പാർക്ക്. കൊള്ളാലോ, രസമുണ്ടല്ലേ? ഇന്ന് ഞാനൊരു പോളി വിളിക്കും. യഥാർത്ഥത്തിലാണ് നാട്ടുകാരുടെ കയ്യിൽ നിന്ന് അടി, ബ്രിട്ടീഷ് അടി വാങ്ങിക്കൂട്ടുന്നാണോ? അയ്യോ, അപ്പച്ചന്റെ വണ്ടിക്ക് എന്തോ പറ്റി, പഞ്ചറായോ? നല്ല അടിപൊളി ഒരു സ്ഥലത്തോട്ടാട്ടോ നമ്മൾ പോണേ. എൻട്രൻസ് തന്നെ നല്ല അടിപൊളി. അടി കൂടെ മോട്ടോർ വേ ആണല്ലോ ഇത്. അയ്യോ, ഇവിടുന്ന് അങ്ങോട്ട് പോകണ്ടേ? ഇങ്ങോട്ടേക്കാണ്. അപ്പൊ നമ്മൾ ചേസ് വാട്ടർ കൺട്രി പാർക്ക്, നോ പാർക്കിംഗ്. ഇവിടെ എങ്ങനെയാ പോലും എവിടെയാ പോലും പാർക്കിംഗ്? ലെഫ്റ്റ് സൈഡിൽ കാണുന്നതായിരിക്കും അല്ലേ? 6 PM ആണ് ഇത് ക്ലോസ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ പാർക്കിംഗിലേക്ക് ഇതായിരിക്കല്ലേ പാർക്കിംഗിലേക്കുള്ള ഇത്? കാർ പാർക്ക്. ഇവിടെ എവിടെങ്കിലൊക്കെ പാർക്ക് ചെയ്യാണ്ടോ പോലും? ഒരു വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം കിട്ടിയിരുന്ന ഗൈസ്, പാർക്ക് ചെയ്യാനുള്ള ഇത് കൂടെ പാർക്കിംഗ് ഇതെടുക്കണ പോലും നമുക്ക് എന്തായാലും ഇവിടെ പാർക്ക് ചെയ്യാം. ഗൈസ്, അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ വന്നിട്ട് ഉള്ളിലേക്ക് പോവാണ്. ഇവിടുന്ന് കുറച്ച് ദൂരം നടക്കാനുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇത് ഇവിടെ ഒരു അറിയപ്പെടുന്ന ഒരു പാർക്കാണ്. അറിയപ്പെടുന്ന പാർക്കായിട്ട് ഞങ്ങൾ ഇതുവരെ ഇവിടെയൊന്നും വന്നിട്ടില്ല, അത് വേറെ കാര്യം. ഞങ്ങൾ ആദ്യമായിട്ടാണ് വണ്ടിയൊക്കെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തേക്കൊക്കെ കറങ്ങാനൊക്കെ പോകുന്നത് കേട്ടോ.
ഇതേ ഇവിടെ പാർക്കിങ്ങിൻ്റെ ഇതെടുക്കണം. കോയിൻ ഓൺലി. ഇപ്പം ഇതുണ്ടോ അത്രേ പറ്റുള്ളൂ പോലും. ഇവിടുത്തെ ഫീസ് കാർ പാർക്കിംഗ് ഇങ്ങനെയാണ് കേട്ടോ. 2 മണിക്കൂർ നേരത്തേക്ക് 1 പൗണ്ടും ഓൾ ഡേ 3 പൗണ്ട്. ഗൈസ്, അപ്പോൾ നമ്മുടെ വണ്ടി അരിച്ചു പറക്കിയപ്പോൾ വണ്ടിക്കകത്തുനിന്ന് നമുക്ക് 3 പൗണ്ട് കിട്ടി. അപ്പോൾ ഇന്നത്തെ ഓൾ ഡേയ്സ് പെർമിറ്റ് ആണ്. അല്ല, കാർ പാർക്ക്. ഇവിടെ ഇഷ്ടം പോലെ ആളുകൾ വരുന്നുണ്ട്. നമുക്ക് എന്തോരം വണ്ടികളാണ് ഇവിടെ പാർക്ക് ചെയ്താക്കുന്നതൊക്കെ. ഇന്ന് മൺഡേ, ഒന്നേതാ ദിവസം? ഇന്ന് ട്യൂസ്ഡേ അല്ലേ? ഇന്ന് ചൊവ്വാഴ്ച ആയിട്ട് വരെ, അതായത് വർക്കിംഗ് ഡേ ആണ്. എന്നിട്ടും കുറേ ആൾക്കാരുണ്ടല്ലോ ഇവിടെ. ഗൈസ്, അപ്പോൾ നമ്മൾ ഇത് പാർക്കിങ്ങിൻ്റെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക, 1 പൗണ്ട് ഇടുക, അപ്പോഴത്തേക്ക് നമുക്കുള്ള ഇങ്ങനത്തെ ടിക്കറ്റ് വരും. ഇത് നമ്മുടെ വണ്ടിയിൽ, ഈ വണ്ടിയിലൊക്കെ വെച്ച പോലെ നമ്മുടെ വണ്ടിയിൽ ഡിസ്പ്ലേ ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് നല്ല ഫൈൻ വരും. അപ്പോൾ നമുക്കിതുകൊണ്ട് നമ്മുടെ വണ്ടിയിൽ കൊണ്ട് ഡിസ്പ്ലേ ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മളിത് ടിക്കറ്റ് ഇവിടെ ഡിസ്പ്ലേ വെച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഉള്ളിലേക്ക് പോവാം. ഇവിടെ പോസ്റ്റായിട്ട് നിൽക്കുന്നതുണ്ടോ? കാരണം നമുക്ക് ഇതിനെക്കുറിച്ചൊന്നും ഒരു ധാരണയില്ലാത്തതുകൊണ്ടേ വന്നപാടെ ഇവിടെ കാർഡില്ല, കോയിൻസ് ഉള്ളൂ, കോയിൻസ് കയ്യിലില്ല. അങ്ങനെ കോയിൻസ് ഒക്കെ സംഘടിപ്പിച്ചു. എന്തല്ലേ, ആ മുഖത്തേക്കൊന്ന് നോക്കൂ, ഒന്നുമില്ല. ചേസ് വാട്ടർ റെയിൽവേ, ചേസ് വാട്ടർ സ്പോർട്സ്. അങ്ങനെ ഞങ്ങളുടെ സ്വന്തം വയനാട്ടിലെ കാരാപ്പുഴ ഡാമിലെത്തിയിരിക്കുകയാണ് ഗൈസ്. അല്ലേ, കാരാപ്പുഴ ഡാം നമ്മൾ അതെ, നമ്മളന്ന് പോയ കാരാപ്പുഴ ഡാം. എനിക്കും അത് കണ്ടപ്പോ ഫസ്റ്റ് അങ്ങനെയാ തോന്നിയത്. അതെ, രസമുണ്ടല്ലോ. ഇന്ന് ക്ലൈമറ്റ് ഓക്കെ ആയതുകൊണ്ട് കുഴപ്പമില്ല, അല്ലെങ്കിൽ കഷ്ടമാണ്. എന്തായാലും ഞങ്ങൾക്ക് അവധി കിട്ടിയ ദിവസവും ഇന്നത്തെ ക്ലൈമറ്റും സാഹചര്യം എല്ലാം ഒത്തു വന്നിരിക്കുകയാണ്. ഇത് കുറേ നടക്കാനുണ്ട് കേട്ടോ. നമ്മൾ 2 മണിക്കൂർ നേരത്തെ കാർ പാർക്കിങ്ങിൻ്റെ ഇതാണ് എടുത്താക്കുന്നത്. 2 മണിക്കൂർ കൊണ്ട്, അതെ, 2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും തിരിച്ചെത്തിയില്ലെങ്കിൽ അത് പണിയാവും. നമുക്ക് നല്ല രസമുള്ളൊരു ചെടി നോക്ക്. ടയർ വർക്ക്. എൻ്റെ പേഴ്സ് എടുത്തായിരുന്നോ? അത് മറക്കൂലല്ലോ അല്ലേ? ഇതിന്റെ ഉള്ളിലും കടയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. കോഫി ഷോപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. ഞാൻ വിചാരിച്ചു ഇവിടെ പേഴ്സ് എടുക്കാൻ വണ്ടിക്കകത്തൊന്നും മറന്നെന്ന്. അതൊക്കെ എടുത്ത് ഫസ്റ്റ് റെഡിയാക്കി വെച്ചിരിക്കുക. അടിപൊളി, നോക്ക്, ഇഷ്ടിച്ച് രക്ഷപ്പെട്ടു. ഇത് അടച്ചിട്ടാക്കുക. എന്റെ അമ്മ, ഓടിക്കോ. ഇവിടെ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടില്ലേ, പ്ലീസ് ഡു നോട്ട് ഫീഡ് ദ ബേർഡ്സ് ഹിയർന്ന്. അതുകൊണ്ട് ഞങ്ങൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഞങ്ങൾ മലയാളികൾ ഭയങ്കര അനുസരണയുള്ളവരാ. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് എന്തൊക്കെ കാണിച്ചാലും കാര്യമില്ല, ഒന്നും തിരിയല. ടാറ്റാ. എന്താ അല്ലേ, നോക്ക്, അവിടെ കണ്ടോ കുറേ കുഞ്ഞുങ്ങളൊക്കെ. കാലാവസ്ഥ മാറി ഒരു ഇരുണ്ട് വരുന്നുണ്ടല്ലോ. ഇത് നോക്കിയോ, ഒരു പക്ഷി. ഇതെന്നാ സാധനം, കാണാൻ നല്ല രസമുണ്ടല്ലോ. ഇത് കണ്ടോ, ഈ താറാവൊക്കെ ഇങ്ങനെ ചുമ്മാ നടക്കാണ്. ആൾക്കാരെയൊന്നും ഒരു പേടിയില്ല, കാരണം ആൾക്കാരെയൊക്കെ കണ്ട് ശീലമായി. നമ്മളൊക്കെ അടുത്തേക്ക് ചെല്ലുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഫുഡോ കാര്യങ്ങളൊക്കെ കൊടുക്കും എന്നുള്ള വിശ്വാസത്തിൽ അടുത്ത് വരുന്നത്. നമ്മൾ പിന്നെ എവിടെ പോയാലും കൈയും വീശിയല്ലേ പോകാറുള്ളൂ. അപ്പം ഞാൻ ഈ പാർക്കിൻ്റെ ഏകദേശം ഒരു സെൻറ്റർ ആണെന്ന് തോന്നുന്നു. അതായത് ഞാനിപ്പോൾ കയറി വന്നപ്പോൾ കണ്ട എവിടെയാണോ അതിൻ്റെ ഒരു സെൻറ്ററാണ്. അപ്പം ഞാൻ ഇവിടെ നിന്ന് വട്ടം കറങ്ങാം. അപ്പോൾ ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ മനസ്സിലാവും ഇതെങ്ങനെയാണ് ഇവിടെ നിന്ന്. ഈ സൈഡ് ഫുള്ള് പാർക്കും കാര്യങ്ങളൊക്കെ ആയിട്ടും അവിടെ ഒരു കോഫി ഷോപ്പ് പോലത്തെ ഒരു ഷോപ്പുണ്ട്, പക്ഷെ അടച്ചിട്ടിരിക്കുകയാണ്. പിന്നെ ഈ സൈഡ് ഫുള്ള് തടാകമാണ്. ഇതങ്ങനെ നടന്ന് 2 മണിക്കൂറും കൊണ്ട് ഇത് ഫുള്ള് കണ്ടു തീരുമോ എന്നുള്ള കാര്യം ഡൗട്ടാണ്. പിന്നെ ഇത് ഈ സൈഡ് ഫുള്ള് പിള്ളേർക്ക് കളിക്കാനുള്ള പാർക്കും കാര്യങ്ങളാണ്. ഇവിടെ കുറേ പേരുണ്ട് കേട്ടോ. സാധാരണ വീക്കെൻഡിലൊക്കെ ഫുള്ള് ആളുകളായിരിക്കും തോന്നുന്നു ഇവിടെ. ആളുകളൊക്കെ ഉണ്ട് ഇപ്പോൾ വരുന്നതിനേക്കാളും നല്ലതാണ് ആളുകളൊന്നും ഇല്ലാത്തപ്പം നമ്മൾ വരികയാണ്. നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാണ്ടും വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് സുഖമാണ്.
ഇവിടെ ഈ മഴ പെയ്തിട്ട് വെള്ളം കെട്ടിക്കിടക്കുന്ന കാണാൻ എന്നാ രസമെന്ന് നോക്കിയാൽ ഈ പുല്ലിൻ്റെ ഇടയിൽ. ഇവിടെയൊക്കെ എങ്ങനെ എന്ത് പ്രകൃതിയാൽ എന്ത് വന്നാലും അതും കാണാനൊരു ഭംഗിയാണ്. രാജ്യത്തിൻ്റെയൊക്കെ ഭൂപടം പോലെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ഇന്ത്യേൻ്റെ ഭൂപടത്തിൻ്റെ ഒരു സൈഡ് ഇതേ അവിടെ കാണാം. ഇതുണ്ടോ, ഈ മരത്തെ കൂടെയൊക്കെ പൂക്കൾ വരാൻ തുടങ്ങി കേട്ടോ. മുട്ടായി വന്നിട്ടുണ്ട്. വഴി മാറടാ മുണ്ടക്കൽ ശേഖര, ഒരു പേടിയില്ല. നോക്ക്, തിരിഞ്ഞു കൊത്തുവോ? ആ ദേ കൊത്തുകൊണ്ട് കഴിഞ്ഞാലുണ്ടല്ലോ. ഇത് കുറേ ദിവസം കൂടി ഇങ്ങനെ വെയിൽ വന്നപ്പോഴേ എല്ലാവരും വെയിലൊക്കെ കായാനായിട്ട് ഇങ്ങനെ നിൽക്കാണ്. കണ്ടോ, ഒരു സുഖമില്ലാത്തൊരു കൊച്ചാണ്. കൊച്ചിനെ സൈക്കിളിൽ കൊണ്ടുവന്നിട്ട്, അതായത് വീൽ ചെയറിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ എല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ടോ. ഇതിലിങ്ങനെ നടക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. ചെറിയ തണുത്ത കാറ്റും വെയിലും. വാവ്, അയ്യോ അതിന് തലയില്ല. മീൻ പിടിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ മീനുണ്ടോ? എല്ലാം കിട്ടിയാൽ പോലും. കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു ജീവി താറാവ്. ആണ്ട ഇല്ല ഞാനൊന്നും പറഞ്ഞില്ല. കിട്ടി. ഈ സൈഡിൽ കൂടി ഇങ്ങനെ കുറേ പൂക്കൾ നിൽപ്പുണ്ട് കേട്ടോ. എന്ത് രസം നോക്ക്, മഞ്ഞ കളറിൽ. നമ്മളിങ്ങോട്ട് നടന്നു വരുമ്പം അവിടെ ഒരു സീറ്റൊരു ഫ്ലവർ വെച്ചത് കണ്ടില്ലേ? അവിടെ എന്താന്ന് വെച്ചാൽ ആ പുള്ളിക്കാരി അവിടെ എപ്പോഴും വന്നിരിക്കുന്നതായിരുന്നു. ആണോ? പുള്ളിക്കാരി മരിച്ചുപോയി. പുള്ളിക്കാരിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിട്ട് അവരവിടെ ഒരു പുള്ളിക്കാരിന്റെ പേരൊക്കെ എഴുതി വെച്ച് എമ്പളമൊക്കെ അവിടെ ഇട്ടിട്ട് 2020 മരിച്ചേക്കുന്നത്. അവിടെ കൊണ്ടൊരു ഫ്ലവർ ഒക്കെ വെച്ചേക്കുന്നത്. അതാണ് സംഭവം. അവിടെ ഫ്ലവർ വെച്ചേക്കുന്നല്ലേ? ഉണ്ടോ? ആ പുള്ളിക്കാരി എപ്പോഴും അവിടെ വന്നിരിക്കുന്നത് കൊണ്ടേ അവരുടെ ഫാമിലീസ് ചെയ്തതായിരിക്കും അത്. നല്ല കാര്യം. അപ്പം നമ്മൾ ഇതിലേ ഇങ്ങനെ പോവാണ്. ഇതിപ്പോൾ 2 മണിക്കൂർ കൊണ്ട് ഒന്നും നടക്കുകയില്ല. നോക്ക്, എവിടെ നോക്കിയാലും താറാവുകൾ കേട്ടോ. കുഞ്ഞി താറാവുകൾ, വലിയ താറാവുകൾ. കണ്ടോ, ഒരു നിരയായിട്ട് വരുന്നു നോക്കിയേ. അതാ, നല്ല രസമുണ്ട്. നമുക്ക് ഓൾ ഡേൻ്റെ എടുക്കാമായിരുന്നല്ലേ? അല്ല, ഈ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് തിരിച്ചവിടെ ചെന്നിട്ട് വേണമെങ്കിൽ അടുത്തെടുത്താൽ പോരെ. നിന്നെ ഇതേ ഇപ്പം റാഞ്ചിക്കൊണ്ട് പോവേ. എല്ലാതും കിട്ടിയത് തന്നെ. ഇങ്ങോട്ട് കയറിയോ? ഇങ്ങോട്ട് കയറി വായോ. ഫുൾ ടൈം വെള്ളത്തിലല്ലേ ഇന്ന്. ഈ സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടോ? കാരാപ്പുഴ അവിടെ എത്തിയ ഒരു ഫീലാണ്. നല്ല രസമുണ്ട് കാണാന്. പിന്നെന്താ തോന്നുന്നു? വയനാട്ടില് അവിടെ എത്തിയ പോലെ നമ്മുടെ നാട്ടിലൊക്കെ എത്തിയ ഒരു ഫീലിംഗ്. കണ്ണൂര് ഭയങ്കര ചൂടാണല്ലോ. വയനാട്ടിലെത്തിയ ഫീലിംഗ് അത് പറ. വയനാട്ടിൽ ഭയങ്കര തണുപ്പാണ്. വയനാട്ടിലെ കുറിച്ചൊന്ന് പൊക്കി പറ. കണ്ണൂരുകാരിക്ക് വയനാട്ടിൽ ഒന്ന് പൊക്കി പറയാൻ എന്താണ് ഒരു മടി? എല്ലാ സ്ഥലത്തിനും അതിൻ്റെതായ ഇതുണ്ടല്ലോ. ആവു സാഹിത്യം. എന്ത് രസല്ലേ. 5 ദിവസം പണിയെടുത്ത് 6ാമത്തെ ദിവസം ഇങ്ങനെ കറങ്ങാൻ എന്ത് സുഖം അല്ലേ? നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് കുറേ പേര് ഇവിടെ വരും ഉറപ്പാ. ഇവിടെ ഉള്ളവർ കേട്ടോ. നമ്മുടെ പല വീഡിയോയും കണ്ടിട്ട് കുറേ പേര് ചോദിച്ചായിരുന്നു ഇത് എവിടെയാ സ്ഥലം, അവിടെ വീടുകളൊക്കെ കിട്ടുമോയെന്ന്. പക്ഷേ ഇവിടെ വീടുകളൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. റെൻറ്റിനാണേലും ഞങ്ങൾ തന്നെ കുറേ കഷ്ടപ്പെട്ടതാണ്. അതും വേറൊരാൾ, അതായത് നമ്മളറിയുന്ന ഒരു ചേട്ടായി, അവർ ഫാമിലി ഓസ്ട്രേലിയക്ക് ഇവിടുന്ന് മൂവ് ചെയ്യായിരുന്നു. അപ്പം അവരോട് നമ്മൾ പറഞ്ഞിട്ട് അവർ ആ വീടിൻ്റെ ഓണറോട് സംസാരിച്ച് അങ്ങനെ ഒരു ഇതിലാണ് നമ്മളിപ്പോൾ താമസിക്കുന്ന വീട് കിട്ടിയത്. അല്ലെങ്കിൽ നമ്മളിപ്പോഴും വീട് തപ്പി നടക്കേണ്ട ഒന്നാണ് ഈ ഏരിയയിൽ.
കാരണം ഈ കനോക്ക് ഏരിയയിൽ ഫുള്ള് ഇവിടുത്തുകാരാണ് ഫുള്ളുള്ളത്. അതുകൊണ്ട് അങ്ങനെ അവരൊക്കെ വെച്ചാൽ പെർമനൻ്റ് ആയിട്ട് അവരുടെ സ്വന്തം വീട്ടിൽ താമസിക്കുന്നതായിരിക്കും. അങ്ങനെ റെൻറ്റിനുള്ള വീടൊക്കെ കുറവാണ്. എനിവേ നമുക്ക് നല്ലൊരു വീട് കിട്ടി. അടുത്ത് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അടിപൊളി. ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് ചെയ്ത് വരുന്നു. അതെ. അപ്പം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഓരോരോ വീഡിയോയിലൂടെയൊക്കെ ഞങ്ങൾക്ക് ഓഫും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ നിങ്ങളെയും കൂടെ കാണിച്ചു തരാം. മഴ പെയ്തതിൻ്റെ ഇതാണ് ഇവിടെ ഫുള്ള്. ഇന്ന് വെളുപ്പിന് വരെ മഴയായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പം നല്ല വെയിലാണ്. പറയാൻ പറ്റൂല, കുറച്ച് കഴിയുമ്പോൾ മാറും. എന്താക്കാ നല്ല തെളിഞ്ഞ വെള്ളമെന്നും പറഞ്ഞിട്ടേ അയ്യേ ഷൂ ഒന്നും നനയ്ക്കില്ലേ. നല്ല തെളിഞ്ഞ വെള്ളം. ആർക്കായാലും ഇതിനകത്തൊന്ന് ചാടാൻ തോന്നും. പ്രത്യേകിച്ച് നമ്മളെപ്പോലെ കേരളത്തിൽ നിന്നൊക്കെ വന്നവർക്ക് ഇങ്ങനെ നല്ല തെളിഞ്ഞ വെള്ളം ഇതൊക്കെ കാണുമ്പോൾ അയ്യേ അടർച്ച് ചെളിയായിരുന്നു. എൻജോയ് യുവർ വിസിറ്റ് ബട്ട് പ്ലീസ് സ്റ്റേ സേഫ്. അത് കാര്യം. അതെ, ഇനി കുറച്ചു നേരം റെസ്റ്റ്. അപ്പത്തേക്ക് 2 മണിക്കൂറാവും നിങ്ങൾ തിരിച്ചു പോകുന്നു. അല്ല ബാ പോവാ. അങ്ങനെ ഇരുന്നാൽ നമ്മൾ ഇതിന്റെ ഒരറ്റം പോലും കാണിയല്ല. മരക്കൊമ്പുകളൊക്കെ ഉണ്ട്. നോക്കിയും കണ്ട് നടന്നില്ലെങ്കിൽ തലയിടിക്കും. ഇവിടെ ഫുള്ള് ചെളിയാണല്ലോ. കുഞ്ഞു കൊച്ചു. ഇവിടെ എല്ലാവരും ലൈഫ് ഇങ്ങനെ അടിച്ചു പൊളിക്കുകയാണ്. 5 ദിവസം പണിയെടുക്കുക, അല്ലെങ്കിൽ ഇവർക്കൊക്കെ ഷിഫ്റ്റ് അനുസരിച്ച് പണിയെടുക്കുക, ബാക്കിയുള്ള ദിവസം അടിച്ചു പൊളിക്കുക, ലൈഫ് എൻജോയ് ചെയ്യുക. പറയാൻ സുഖമാണ്. അയ്യോ ഇതിലെ നടക്കാൻ വഴിയില്ലേ? ഇതേ ഇവിടെ ഒരു ഫ്ലവർ വെച്ചിട്ടുണ്ടല്ലോ. നീ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെയും നമുക്ക് നോക്കാം പേരെന്തേലും എഴുതി വെച്ചിട്ടുണ്ടോന്ന്. ഇവിടെ ഫുള്ള് ചെളിയാണ്. നോക്കി വരണേ, അല്ലെങ്കിൽ വെള്ളത്തിൽ കിടക്കും. വാ. വെള്ളത്തിൽ വീണാൽ ഞാനൊന്നും അറിയാത്ത പോലെ പോകും. എന്നിട്ട് ഞാൻ പറയും അയ്യോ എൻ്റെ കൂടെ വന്നയാളെ കാണുന്നില്ലേന്ന്. ഇവിടെ താഴ്ചയില്ല കേട്ടോ. പണ്ട് സ്കൂളിൽ പോയിട്ട് വരുമ്പോഴേ റോഡ് സൈഡിൽ കൂടെ ഇങ്ങനെ വെള്ളം കെട്ടി കിടക്കുന്ന കാണുമ്പോൾ കാലും കൊണ്ട് ഇങ്ങനെ വെള്ളം ഒഴിവാക്കി വിടും. നൊസ്റ്റാളജിയ. കുറച്ചും കൂടെ അവിടെ ഇരുന്ന് കുഞ്ഞുപിള്ളേർ കഞ്ഞിയും കറിയും വെക്കുന്ന പോലെ കളിച്ചുകൊണ്ടിരുന്നോ. അപ്പോൾ പറഞ്ഞ പോലെ ശരി. ഗൈസ് നിങ്ങളിത് നോക്ക്, എന്ത് രസം നോക്ക്. ഇവിടെ നല്ല വെയിലായിരുന്നതിൽ വീഡിയോയ്ക്ക് നല്ലൊരു ക്ലാരിറ്റിയും കാണാൻ നല്ല രസമൊക്കെ വന്നേനെ. ദൈവമേ ഞാൻ ചുമ്മാ പറഞ്ഞ ഇത് കാര്യമായിട്ട്. ഓ ഇവളെയും കൊണ്ടാണല്ലോ ദൈവമേ ഞാൻ വന്ന. എന്താ കാണിക്കുന്നത്? വാ. സമാധാനമായോ? ഇത് ചെറിയൊരു മനസ്സുഖം കിട്ടിയോ? എല്ലായിരുന്നു പറഞ്ഞില്ല, അപ്പത്തേക്കും പോയി കമ്പ് എടുത്തിട്ട് ചെളിയിൽ കുത്താനായിട്ട്. ആ ചേച്ചിന്റെ കൊച്ച് ഇങ്ങ് ചെന്നാ മതി. ഇതിലേ ഇങ്ങനെ പോയിട്ട് കറങ്ങി അതിലേ ഇങ്ങനെ തിരിച്ചു വരുന്നതാ. ദൈവമേ ഇത് 2 മണിക്കൂർ പോയിട്ട് വെറുതെ അല്ല ഓൾ ഡേന്റെ ഇതൊക്കെ കൊടുത്താക്കുന്ന അവിടെ. അപ്പൊ കാര്യം മനസ്സിലായി. പക്ഷെ ഇവിടെ കുറച്ച് ചെളിയാണ്. അപ്പുറത്തെ റോട്ടിൽ കൂടെ പോയാൽ മതിയായിരുന്നു. ഞങ്ങള് പിന്നെ അവിടെ നല്ല കോൺക്രീറ്റ് ചെയ്ത ഇതുണ്ടായിരുന്നു. ഞങ്ങൾ ഈ പുഴേൻ്റെ ഈ തടാകത്തിൻ്റെ സൈഡിൽ കൂടെ വരാലോ എന്ന് ഓർത്തിട്ട് ഇങ്ങനെ വന്നതാണ്. പക്ഷെ പണി പാളി. ഇനി കുഴപ്പമില്ല, ഇനി ചെളിയില്ലെന്ന് തോന്നുന്നു. നമുക്കെന്നാലേ വേറെ എവിടെയും പോകണ്ട. നമുക്ക് പോയിട്ട് ഓൾ ഡേൻ്റെ ഇതെടുത്ത് പാസ് എടുത്തിട്ട് ഇന്ന് ഫുള്ള് ഇതിലേ ഇറങ്ങിയാലോ. ഇത് പെട്ടെന്ന് തീരും. നമ്മളിങ്ങനെ ചടപടയിൽ നടക്കുമ്പോൾ പെട്ടെന്ന് തീർന്നു. പിന്നെ വീഡിയോയിൽ ഇവിടുത്തെ കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഭയങ്കര ലെങ്ത് ആയി പോകും വീഡിയോയ്ക്ക്. ആളുകൾ മടുക്കൂന്ന് അറിയാവുന്നത് കൊണ്ടും എവിടെ നോക്കിയാലും ഇരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. അങ്ങനെയല്ല, ജസ്റ്റ് ഇവിടെയൊക്കെ എന്ന് വെച്ചാൽ ആൾക്കാർ വരിക, ഇരിക്കുക, കുറേ നേരം വർത്തമാനം പറയുക, പോവുക അല്ല. ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ആളുകൾ കൂടും വയ്ക്കാം. ഇത് 6 മണി വരെ ഉള്ളല്ലേ.
ഫുഡ് കഴിക്കാൻ പാടില്ല. അപ്പം നീ നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻ ആൻസർ കിട്ടിയില്ലേ? വേലുകായും ആയിരിക്കും. ഇന്ന് ഞാൻ എന്തെങ്കിലും എൻ്റെ കെട്ടിയവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി കഴിച്ചിട്ടേ ദൈവമേ, ആകെയുള്ള ഒരു ആശ്വാസം എല്ലാ ഷോപ്പുകളും അടച്ചിട്ടിരിക്കുകയാണ്. ആ ഒരു സമാധാനമുണ്ട്. എക്സ്ക്യൂസ് മീ, മുട്ടയിടാനിരിക്കുകയാണോ? അല്ല, ഇതുങ്ങളൊക്കെ മുട്ടയിടിയല്ലേ? ഇതുങ്ങളുടെ മുട്ടയൊക്കെ ഈ കാട്ടിക്കൂടെയൊക്കെ നോക്കിയാൽ കിട്ടുമോ? ഇതുങ്ങൾ കയറി പോണ വഴിയാന്ന് തോന്നുന്നു ഫുള്ള്. ആണോ? കഴിഞ്ഞ വീഡിയോയില് രാജേഷ് എന്ന് പറഞ്ഞ പുള്ളിയാണോ കമന്റ് ഇട്ടായിരുന്നു നമ്മുടെ വീഡിയോയ്ക്ക് സൗണ്ട് കുറവാണ്. ഒരു മൈക്കൊക്കെ വാങ്ങി നമുക്ക് സെറ്റാവാം. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഒരു ഹോബി എന്ന രീതിയിൽ തുടങ്ങിയ ഒരു യൂട്യൂബ് ചാനലാണ്. അയ്യോ, ഇവിടെ ഫുള്ള് ചെളി, ഇവിടെയും ഫുള്ള് ചെളി. ആ അരിയിൽ കൂടെ പോയാലോ? ആ അരിയിൽ കൂടെ അങ്ങനെ പോയാലോ? ആണോ? എന്നാൽ ഇതിലെ മാറി കിടക്ക്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു ഗൈസ്, ഞാൻ വീഡിയോ നിർത്തിയിട്ട് വണ്ടി കഴുകാൻ പോകാമെന്ന്. അന്ന് വണ്ടിയൊന്നും കഴുകിയില്ല. കടയിൽ കൊണ്ട് കഴുകാമെന്ന് വെച്ചപ്പോൾ അവിടെ അപ്പോയിൻമെൻ്റ് എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് സമയമില്ലാത്തതുകൊണ്ട് അന്നും തിരിച്ചു പോകുന്നു. ഇനി അടുത്ത സമയം കിട്ടുമ്പോൾ ചെയ്യാം. അതാണ് ഇവിടുത്തെ പ്രശ്നം. എല്ലാ കാര്യങ്ങൾക്കും അപ്പോയിൻമെൻ്റ് ആയതുകൊണ്ട് എല്ലാം ഇങ്ങനെ ലേറ്റായി പുറകോട്ട് പോകും. നമുക്കൊന്നും ഒരു കാര്യങ്ങളും. ഈ മരമൊക്കെ കാണാൻ എന്ത് രസമാണെന്ന് നോക്ക്. ഇതിലൊക്കെ ഫുള്ള് ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഫ്ലവറാവും. അപ്പോൾ അടിപൊളിയായിരിക്കും. കവാസ്കിൻ്റെ വണ്ടിയുണ്ടോ? വലിയ ചെളിയായില്ല. അങ്ങനെ നമ്മൾ റോട്ടിലെത്തി. നമ്മൾ അതിലേ ഇങ്ങനെയായിരുന്നു വരേണ്ടത്. അവിടെ ഫുള്ള് ചെളിയായതുകൊണ്ട് നമ്മൾ നേരെ ഇങ്ങനെ റോട്ടിലേക്ക് കയറി കേട്ടോ. ഇത് വണ്ടിയൊക്കെ വരും, നോക്കണേ. അല്ലേ നീ മൊബൈലിൽ കളിച്ച് ഏതെങ്കിലും വണ്ടിക്കാരുടെ കയ്യിൽ നിന്ന് ഏത് ഫോട്ടോ? ആപ്പിൾ മരം? ആപ്പിളാണോ അത്? അല്ല, ഇതെന്താ ഇത്? ആപ്പിളാ അത്? ആപ്പിളാടി. ആപ്പിളാ അത്? ആയിരുന്നു നോക്ക്. ശരി, കുഞ്ഞ് ആപ്പിളായിരുന്നു കേട്ടോ അത്. ഇവിടെ അത് കുറേ ഉണ്ട്. പക്ഷെ ഇവിടെ ഈ വേലി കാരണം നമുക്കത് പറിച്ചു തിന്നാൻ പറ്റിയല്ല. നമ്മളെ ഉദ്ദേശിച്ച് മാത്രം ഇവർ വേലി വെച്ചതാന്ന് തോന്നുന്നു. കണ്ടോ എന്തോരാ നോക്ക് ചോട്ടില്. മരത്തേന്ന് ലൈവായിട്ട് ഒരു ആപ്പിള് പറിച്ച് കഴിക്കുക എന്നുള്ള എൻ്റെ സ്വപ്നം ഇനിയും ബാക്കി. ആപ്പിളൊക്കെ പറിച്ചു കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞതായിരിക്കും. അത് ചെറുതല്ലേ, കൊടുക്കാൻ വേണ്ടിട്ട് ഇട്ടേക്കുന്നതായിരിക്കും. ഇതൊക്കെ നല്ല വെള്ള കളറുള്ളൊരു ചെടി. എങ്ങനെയുണ്ട് ഈ പൂക്കളെ കാണാൻ? രസമല്ലേ? എന്ത് രസമല്ലേ? നല്ല ഭംഗിയുണ്ടല്ലേ? ഇത് ഇവിടെ ഫുള്ള് ഈ വേലിയായിട്ട് ഇതല്ലേ പിടിക്കും. നമ്മളാ താമസിക്കുന്ന വീടിന്റെ ഫ്രണ്ടിൽ ഇതുപോലെയല്ലേ കാണുന്നത്? ഇവിടെ ഇങ്ങനെ ഈ വേലിയായിട്ട് ഇത് ഇങ്ങനെ ഈ പൂവുള്ളൊരു മരം കേട്ടോ ഫുള്ള് കാണി ഉള്ള. പോവാം, സമയമില്ല, നമ്മുടെ സമയം നോക്കണം കേട്ടോ. ഇതേ അടുത്ത ഒരു മഞ്ഞ കളറിലൊരു ചെടി. ദൂരേന്ന് ഇങ്ങനെ മഞ്ഞ കളർ കാണുമ്പോൾ നല്ല രസമുണ്ട്. കിട്ടിയ ആപ്പിൾ അവിടെ പോയിട്ട് കഴുകിയിട്ട് കടിച്ചു നോക്കിയപ്പോൾ ഒടുക്കത്തെ പുളി. ഒന്നിങ്ങോട്ട് നോക്കാവോ? ഇതേ അവിടെ കണ്ട അവിടെ ചെടിക്ക് ഇലയില്ലായിരുന്നു, ഇല വന്നില്ലായിരുന്നു. ഇവിടെ വന്നപ്പോൾ ആ ചെടിക്ക് ഇലയുണ്ട് കേട്ടോ. അത് ഈ വെള്ളത്തിൽ വെക്കുന്നതും കൊണ്ടായിരിക്കും ചിലപ്പോൾ. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഉള്ളിലേക്ക് മറ്റേ ബോട്ടിങ്ങിൻ്റെ ഇതാന്ന് തോന്നുന്നു. നമുക്ക് ഇവിടം വരെ വണ്ടി കൊണ്ടുവരായിരുന്നല്ലേ. ഇവിടെയും പാർക്കിങ്ങിൻ്റെ ഫീസ് എടുത്ത് പാർക്കിംഗ് ടിക്കറ്റ് എടുത്താൽ മതി. എന്നിട്ട് വണ്ടി പാർക്ക് ചെയ്യായിരുന്നു ഇവിടെ. വെസ്റ്റേൺ സ്റ്റേഷൻ. ഓ, ഇത് റെയിൽവേയാ? മറ്റേ അവിടെ എഴുതി വെച്ചിട്ടില്ലായിരുന്നു റെയിൽവേൻ്റെ? ബ്രൗൺ ഹിൽസ് വെസ്റ്റ് സ്റ്റേഷൻ. ഡീസൽ ട്രെയിൻ റൈഡേഴ്സ്.
ആ എന്തെല്ലാം ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറിയാലോ? അല്ലെ നമുക്ക് ഇനി അങ്ങോട്ടേക്ക് സ്ഥലമില്ല, നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കയറാം. ഇതിൻ്റെ ഉള്ളിൽ കയറാമെന്ന് ഇവള് വാശി പിടിച്ചപ്പോഴേ എനിക്ക് തോന്നി എന്തെങ്കിലും ഉണ്ടാവുമെന്ന്. ഇതേ ഐസ്ക്രീംസ്, ഹോട്ട് ആൻഡ് കോൾഡ് ഡ്രിങ്ക്സ്, സ്നാക്സ്. ആ മുഖത്തേക്കൊന്ന് നോക്കിക്കേ, എന്നാ ഒരു സന്തോഷാന്ന്. നിങ്ങൾക്ക് ഇത് നോക്കിയാൽ ഇതിനെക്കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കാണും. ഇത് മൊത്തം വായിച്ച് കേൾപ്പിക്കാൻ പറ്റുന്നില്ല, നിങ്ങൾ സമയം പോലെ വീഡിയോ പോസ് ചെയ്തിട്ട് വായിച്ചാൽ മതി എന്താ സംഭവം എന്നൊക്കെ. ഏകദേശം നമ്മൾ എന്തെങ്കിലും ഒരു ഡ്രിങ്ക്സോ എന്തെങ്കിലും ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളത് കഴിച്ച് റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. ഡോഗ്സൊക്കെ അലോഡാണല്ലോ, നോക്കണേ, അല്ല കാലക്കറി കടിക്കും. വായിച്ച് പഠിക്കണ്ട, അതിനകത്ത് ഏതെങ്കിലും നോക്കിയിട്ടൊന്ന് സെലക്ട് ചെയ്യൂ. എന്തൊക്കെയുണ്ട്? ഷെയ്ക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണോ? ടീ, കോഫി, ജ്യൂസ്, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്. പിന്നെ സാൻഡ്വിച്ച്, നമ്മുടെ നാട്ടിലൊരു കോഫി ഷോപ്പിൽ കയറിയ അതേപോലെ തന്നെ അല്ലേ, എല്ലാ ഇതും ഇല്ലേ, നാട്ടിലെ എല്ലാ സാധനങ്ങളും തന്നെയല്ലേ അതിനകത്ത് കൊടുത്തേക്കുന്നത്. പക്ഷേ ഐറ്റംസൊക്കെ ഒരേപോലെ ആയിരിക്കും. ഇവിടെ നെയിമൊക്കെ എല്ലാം വേറെ വേറെ എന്തല്ലോ അവരുടെ ഇംഗ്ലീഷ് നെയിമാണ്. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയാണ്. ഗൈസ്, ഇവിടെ വന്ന് ഓർഡർ ചെയ്യാണ് വേണ്ടത്, നമുക്ക് എന്താണ് വേണ്ടതെന്നുള്ള. ഇവിടെ എല്ലാം ഐറ്റംസും ഉണ്ട്, ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ട്. കാർഡ് പേഴ്സിലാണ്. അപ്പം നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അവിടെ എന്ത് 2 മിൽക്ക് ഷേക്ക്. ഇതെന്താണെന്ന് നിങ്ങൾ വായിച്ചോ ഗൈസ്? ഷ്മൂവോ? നല്ല അടിപൊളി ഒരു കോഫി ഷോപ്പ് കേട്ടോ. അത് ഫുള്ള് ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ച് ഇവിടുത്തെ ഫുൾ കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഈ പാർക്കിനെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ട്. ഒരു പപ്പി ഉണ്ടോ? ഹലോ. ഇതുണ്ടോ ഇവിടെ നല്ല ചെയറും ഇതൊക്കെ നോക്കുക, എല്ലാം ഭയങ്കര നല്ല വൃത്തിയിൽ. അതൊന്ന് മാറ്റ്. മെനു കാർഡ്, ഒരു ഫ്ലവറൊക്കെ വെച്ചിട്ടുണ്ട് ഇത്. പിന്നെ ഷുഗർ, മയോണീസ്, ടൊമാറ്റോ സോസ്, അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട്. നമ്മുടെ നാട്ടിലെ ഒരു നാട്ടിലെ അതേ ഒരു ഫീലിംഗ് ഇല്ലേ? ആ, ഓർഡർ ചെയ്ത് അതെ, നമ്മൾ ആദ്യമായിട്ടല്ലേ ഒരു സ്ഥലത്തോട്ട് ഇരുന്ന് കഴിക്കുന്ന. അതെ ഗൈസ്, അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത് സ്ട്രോബെറി മിൽക്ക് ഷേക്ക് ആയിരുന്നു. അപ്പോൾ അത് വന്നിട്ടുണ്ട് അല്ലേ. ഇതാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. എത്ര? 1.1 2.95. അതെ, 2.95 ആണ് ഇതിൻ്റെ പ്രൈസ്. ഇത് എങ്ങനെയുണ്ടെന്ന് കുടിച്ചു നോക്ക്. നല്ലതാണോ? ഉറപ്പാണോ? എന്തായാലും ഞാനും കൂടെ ഒന്ന് കുടിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. കൊള്ളാം, സൂപ്പറാട്ടോ. നല്ല ടേസ്റ്റല്ലേ? അപ്പൊ എൽബി പോവാ. എന്റെ തീർന്നു. ഞങ്ങളെങ്ങനെയാ, ഞങ്ങൾക്ക് കിട്ടിയ സാധനം പെട്ടെന്ന് കാര്യമാക്കും. ഇതിലെന്താണ് പറയാൻ തോന്നുന്നത്? ഞങ്ങളെല്ലാം ഒറ്റ വലിക്ക് കുടിച്ചു തീർക്കുന്ന ആൾക്കാരാണ്. ആസ്വദിച്ചിരുന്ന് നമ്മള് 2 മണിക്കൂറാണ് കാർ പാർക്കിങ്ങിന് എടുത്തതെന്ന് ഓർക്കണം. UK ഒരു കോഫി ഷോപ്പിലെ മെനുവും കാര്യങ്ങളൊക്കെ എന്താണെന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ഇത് മൊത്തം വായിച്ചു കഴിഞ്ഞാൽ സമയമെടുക്കും. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് വായിച്ചോളുക. റേറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾ 2 പേരും നിമിഷ നേരം കൊണ്ട് ഇത് കാലിയാക്കി. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത സ്ഥലത്തേക്ക് പോവാം. അപ്പം നമ്മൾ ഷേക്കൊക്കെ കുടിച്ചിട്ട് പോവാണ്. നല്ല അടിപൊളിയൊരു കോഫി ഷോപ്പ് കേട്ടോ. കാണാനാണേലും വൃത്തിയാണേലും എല്ലാം നല്ല രീതിയിൽ, നല്ല സെറ്റ്
അല്ല അടിപൊളി സ്ഥലമല്ലായിരുന്നോ? പണ്ടത്തെ ഡീസൽ ട്രെയിനിൻ്റെ ഇതൊക്കെ ഇവിടെ ഡിസ്പ്ലേക്ക് വെച്ചോക്കോ കേട്ടോ. ഒറിജിനൽ ആർട്ട് ആൻഡ് റെയിൽവേ ഹിസ്റ്റോറിയ ഉണ്ടത്. അതെ, പഴയ റെയിൽവേ സ്റ്റേഷനും പാളങ്ങളും അല്ലേ, അതേപോലെ ഇവരിവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ആർട്ട് ഇത് അവള് ചോദിച്ചാൽ നിങ്ങൾ കേട്ടോ ഗൈസ്, ഇതെന്താ ലോറിയോന്ന്? ശരിയാണ്, ഒരു ലോറീൻ്റെ ഷേപ്പ് ഉണ്ടല്ലേ. നമ്മുടെ പഴയ ലോറീൻ്റെ പേരെന്തായിരുന്നു? ലൈലാൻഡിൻ്റെ ഒക്കെ പഴയ ലോറിയില്ലേ, ആ ലോറീൻ്റെ ഒരു ഷേപ്പില്ല ഇതിന്. ചോദിച്ചിരുന്നില്ല. നല്ല കാറ്റാണ്. അതൊക്കെ കാലപ്പഴക്കം കാരണം നശിച്ചു കേട്ടോ. ഫുള്ള് ബോഡിയൊക്കെ ഫുള്ള് മരമാണ്. ബുള്ളറ്റ് ട്രെയിന് അങ്ങനെയുള്ള ട്രെയിനുകളൊക്കെ വന്നപ്പോൾ പഴയ ഡീസൽ ട്രെയിനൊക്കെ സൈഡ് ഔട്ടായി. നോട്ട് ടു ബി മൂവ്ഡ്. എന്തായാലും ഇന്ന് ഇറങ്ങിയതിനുള്ളത് മുതലായി അല്ലേ? കാലാവസ്ഥയൊക്കെ ആയാലും എന്തായാലും. ഇതേ അവിടെ ഷോപ്പ് എന്ന് ചോദിച്ചാൽ എൻട്രൻസ് അല്ലേ? അതെ അതെ, ഇവിടെയെന്ന് വെച്ചാൽ എല്ലാവരും ആര് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടാലും ഒരു ഹായ് പറയും, അല്ലെങ്കിൽ യു ഓക്കെ. നമ്മുടെ നാട്ടിൽ സുഖമാണോ, എന്താണ് വിശേഷം, അങ്ങനെ ഉള്ള കുറേ കാര്യങ്ങൾ ഇവിടെ ഒരൊറ്റ വാക്കിൽ തീരും. യു ഓക്കെ, യു ഓക്കെ മേറ്റ്. അതുകൊണ്ട് വലിയ വലിയ നമ്മുടെ കാര്യങ്ങളൊക്കെ ഒരൊറ്റ വാക്കിൽ തീരും. എന്തോ ആ, ഇത് നാടല്ല ചെടി അടിച്ചു മാറ്റിക്കൊണ്ടുപോകാൻ. അയ്യോ, ഇതിലെ ഇറങ്ങാൻ വഴി ഇല്ല, അതിലിറങ്ങാം. മമ്മി കാണണ്ട, മമ്മി കണ്ടാൽ പറയാം അതിൻ്റെ ഒരു കമ്പ് അടിച്ചോണ്ട് വരാവോ എന്ന്. നല്ല രസമുണ്ട്. ഇത് നോക്ക്. ഏത് ക്യാമറ? ഞാൻ ഇത് ഓടിക്കാൻ പോവില്ലല്ലോ. മമ്മി അൽഫ റോമിയോ. അയ്യവാ, ആ വണ്ടീൻ്റെ ഒരു ലുക്ക് നോക്ക്. വണ്ടിപ്രാന്തന്മാർക്കൊക്കെ ഇതൊരു ഹരമായിരിക്കും. എല്ലാത്തവരും ചോദിക്കും ഇവൻ എന്ത് സൂക്കേടാണ്. കോൾഡ് ഡ്രിങ്ക്സ്. നമ്മളിതിലേ പോയിട്ട് അതിലേ തിരിച്ചു വന്നു. കണ്ടോ ടെലിഫോണിൻ്റെ ഇതൊക്കെ ഇപ്പോഴും കൂടെ ഇവിടെ വെച്ചേക്കുന്നത്. അയ്യോ അയ്യോ അയ്യോ, ഇതെൻ്റെ ബോട്ടിൻ്റെ ഇതൊക്കെയല്ലേ? ഇതൊക്കെ പ്രൈവറ്റ് ആണോ പോലും? ആൾക്കാർക്ക് അവരുടെ സ്വന്തം ബോട്ടും കൊണ്ട് വന്നിട്ട്. അയ്യോ, ഇതെന്ത് നമ്മുടെ നാട്ടിലെ അപ്പൂപ്പന്താടി പോലെ അല്ലേ? നാട്ടിലെ അപ്പൂപ്പന്താടി പോലെ ഒരു ഈ മരത്തേര് ഫുള്ള് അങ്ങനെ ഒരു ഇത്. ഇത് നാട്ടിലെ അതേ ഒരു ഇതില്ലേ? നമ്മളിപ്പോൾ യു കെയിലാണ് നിൽക്കുന്നതെന്ന് ഇങ്ങനെ ഇത് കണ്ടാൽ പറയോ യു കെയിലാണ് നിൽക്കുന്നതെന്ന്? നോക്ക്, ഈ വെള്ളത്തിലൊന്നും ഒരു മീനെ പോലും കാണുന്നില്ലല്ലോ.
അതിലെനിക്ക് സങ്കടമുണ്ട്. ഇതിങ്ങനെയുള്ള ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ, ഈ പാറക്കോട്ടോ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നിൽക്കുന്ന UK ഒരാളും പറയുമല്ലോ. നാട്ടിലെവിടെയോ ഏതോ ഒരു പുഴേൻ്റെ സൈഡിൽ പോയി നിൽക്കുന്നു. ഈ ഭാഗത്ത് താറാവുകളെയൊന്നും കാണുന്നില്ലല്ലോ. കുറെ കാക്ക കയറിയെന്ന് ഒച്ച കേട്ടോ. നാട്ടിൽ കൂടെ നടക്കുന്നവരുണ്ട്. ആ, കാക്കക്കൂട്. എനിക്ക് നാട്ടിൽ പോകാൻ തോന്നുന്നു. ഇവിടെയൊക്കെ കണ്ടപ്പോൾ ശരി നാട് പോലെ തോന്നുക. കണ്ടോ ഈ റോഡൊക്കെ നോക്ക്, ടാറൊക്കെ ഇല്ലാത്ത, ടാറിടാത്ത റോട്ടിൽ കൂടെയൊക്കെ പോകുന്ന കണ്ടോ. റോഡിൻ്റെ സൈഡിൽ വെള്ളവും. കാക്കക്കൂട്. അതെ, പാറക്കൂട്ടം. ഇതൊക്കെ നമുക്ക് ശരിക്കും അതെ അല്ലേ, ശരി നമ്മൾ നാട്ടിൽ കൂടെ പോണ ഒരു ഫീലിംഗ് ആണ്. ഗൈസ്, ഇവിടെ നിന്നുള്ള വ്യൂസ് നോക്കിയോ. നമ്മൾ അവിടെ നിന്നാണ് തുടങ്ങിയത്, അവിടെ തിരിച്ചെത്തണം. ഇത് ഇത്രയും ദൂരം നമുക്ക് കറങ്ങി പോകാനുണ്ട്. ഇനി വേഗം നടന്നില്ലെങ്കിൽ പണി പാടും. അവിടെ എന്തെല്ലാം സംഭവിക്കുന്നുണ്ടല്ലോ. അതെ, ഈ മരത്തിൻ്റെ ഒക്കെ ചുവടല്ലേ, താഴെയൊക്കെ എന്ത് രസമാണ് നോക്ക്. ഇവിടെ ഈ അടിക്കാടുകൾ കുറവാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഫുള്ള് ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ ഫുള്ള് കാടുകളല്ലേ. പോയവരല്ല ഇതിൽ തന്നെ തിരിച്ചു വരുവാണല്ലോ. അപ്പോൾ ഇനി ഇതിലെ നമ്മൾ ഇത്രയും വഴി തിരിച്ചു വരണോ? ഇതെന്തല്ലേ, അവർ കുറച്ച് ഭാഗം മാത്രം റോഡ് ടാർന്ന് ചെയ്യാണ്ട് പഴയ കാലത്തെ അനുസ്മരിച്ചിട്ടായിരിക്കും അല്ലേ. എൻ്റെ അപ്പുറത്തെന്തോ ഉണ്ട്. ആ ഓക്കെ, അവിടെയാ ഉണ്ടെന്ന്, മാനുണ്ടെന്ന്. എന്തോ ഒരു സാധനം ക്രോസ് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. നമുക്ക് ഓടിപ്പോയി നോക്കാം. ആ, മാനിനൊക്കെ ഇഷ്ടം പോലെ. ശരിയാ, ഇത് അന്ന് ആൻറ്റിയൊക്കെ പറഞ്ഞ ആ സ്ഥലമാണല്ലോ അല്ലേ ഇത്. അപ്പോൾ ഗൈസ്, നമ്മൾ മാനിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഗൈസ്, നിങ്ങൾ കണ്ടോ, അതെ അവിടെ കുറേ മാനല്ലല്ലോ, ഇതിനെന്താ പറഞ്ഞ മളാവോ. എന്തായാലും ആ സംഭവം കണ്ടോ, എന്തൂരം നോക്കിയേ, കുറേ ഉണ്ട് കേട്ടോ. ഇങ്ങനെ പോവാണ്. അത് പുല്ല് തന്നെയാ. അത് നമ്മളെ കാണുമ്പോൾ ഓടുവോ നമ്മളെ ആക്രമിക്കാൻ വരുവോ നോക്കി. കുറേ ഉണ്ട് കേട്ടോ, എന്തോരാ നോക്ക്. എല്ലാവരും നല്ല വിശാലമായിട്ട് നിന്നിട്ട് പുല്ല് കഴിക്കുകയാണ്. നമ്മൾ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് എല്ലാവരും നമ്മളെ തന്നെ സൂക്ഷിച്ചു നോക്കുക. എത്ര എണ്ണം? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 എണ്ണം. രസമല്ലേ നിങ്ങളിങ്ങനെ നിൽക്കുന്ന കാണാന്. നമ്മുടെ നാട്ടിലേക്കാണല്ലോ ഇങ്ങനെ നമുക്കിങ്ങനെ അടുത്തൊന്നും അങ്ങനെ പോകാൻ പറ്റിയില്ല. ഫോറസ്റ്റിന്റെ നടുക്കിലേക്കല്ലേ ഉണ്ടാവുള്ളൂ. ഞങ്ങളുടെ ബേക്കിൽ കാണുന്നതുകൊണ്ടോ മാൻകൂട്ടം, മാനല്ല മ്ലാവ് അല്ലേ. എന്തോ സംഭവം. എത്ര എണ്ണുണ്ടോ ഇത്രയും അടുത്തേക്ക് എന്നൊക്കെ ഇട്ട്, അതും ഒരു ഫോറസ്റ്റിന്റെ സൈഡിൽ. ഇവിടെ ഈ ഞങ്ങളുടെ ഇതുണ്ടോ, ഈ സൈഡ് ഫുള്ള് വെള്ളമാണ്, തടാകം. അടിപൊളി. ഇന്നെന്തായാലും പുറത്തിറങ്ങിയതിന് മുതലായി. നല്ല കുറേ അടിപൊളി സ്ഥലങ്ങൾ കണ്ടു. നാട്ടിൽ പോയ ഒരു ഫീല്, എല്ലാം കൊണ്ടും ഹാപ്പി. ഒരാളെ നടന്നു മടുത്തൂന്ന്. പിന്നെ എന്തിനാ ഷെയ്ക്കൊക്കെ കുടിച്ച ഇപ്പം.
ഷേക്കൊക്കെ കുടിച്ചൊക്കെ തീർന്നു, ആവിയായി പോയോ? ഇനി അടുത്ത സ്ഥലം കാണുമ്പോൾ അടുത്തത് അഭിനയിച്ചാലേ അടുത്ത എന്തെങ്കിലും വാങ്ങാൻ പറ്റത്തുള്ളൂ. പോയി എന്നാ തന്ത്രം നോക്കി പറഞ്ഞ നിങ്ങള് സൗണ്ട് പറയാതുകൊണ്ട് കേട്ടോന്ന് അറിഞ്ഞൂടാ. ഇപ്പം മടുത്തു എന്നൊക്കെ പറഞ്ഞാലല്ലേ അടുത്ത സ്ഥലത്തുനിന്ന് വേറെന്തെങ്കിലുമൊക്കെ മേടിച്ചു വരുള്ളൂ. ബുദ്ധിമതി. കൊച്ചു കൊച്ചു ഉടായിപ്പ് ഒക്കെ ആയിട്ട് അങ്ങ് ജീവിച്ചു പോക്കോട്ടെ. ഒരു സൈഡിൽ കൂടെ അങ്ങ് ജീവിച്ചു പൊക്കോളൂ. എന്റെ അടുത്ത് നടക്കും, നടന്നത് തന്നെ ഒരുപാട് നടക്കാറുണ്ട്. എന്നെ പറ്റിച്ച് 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 ഇവിടം വരെ എത്തി. ഇവിടെ കാക്കക്കൂട്ടമാണ്, കാക്കകളുടെ സംസ്ഥാന സമ്മേളനം. നീ ചെല്ലുന്നോ ഉദ്ഘാടിക്കാൻ? ആരും നിനക്കൊരു പരിഗണനയും തരുന്നില്ലെന്നല്ലോ പറഞ്ഞ്. കുറേ മാന് അല്ല മ്ലാവ് എവിടെ കാണുന്നില്ലല്ലോ, അവിടെ കിടക്കുകയാണ്. നമ്മുടെ റെഡ്മി ഫോൺ പറയുന്നത് അത്രയും ദൂരം സൂം ചെയ്യാനുള്ള കപ്പാസിറ്റി എനിക്കില്ല എന്നാണ് ഫോൺ പറയുന്നത്. അതുകൊണ്ട് നമുക്ക് എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അവിടെ കുറേ കറുത്ത കുത്തു പോലെ നിങ്ങൾ കാണുന്നുണ്ടാവും, അത് ഫുള്ള് മാനാണ്. നല്ല തണുത്ത കാറ്റല്ലേ. വെയിലും കൂടി ഇല്ലായിരുന്നേ കോട്ടെടുക്കാണ്ട് വന്നതിൽ പണി വാളിയാണല്ലേ. എനിക്ക് നല്ല തണുപ്പുണ്ട്. ഞാനിവിടെ നന്നായിട്ട് തണുക്കുന്നുണ്ട്. ഞാൻ ഷർട്ട് ഇട്ടുകൊണ്ട് പക്ഷെ ഈ കാറ്റത്ത് ഇങ്ങനെ നടക്കാൻ പ്രത്യേക സുഖമാണ്. കാഴ്ചകളൊക്കെ കണ്ട് നടക്കാൻ കേട്ടോ. നമ്മളിങ്ങനെ വീട്ടിലിങ്ങനെ ഒരു ഓഫ് കിട്ടിയാൽ വീട്ടിലിങ്ങനെ ഇരുന്ന് വൈകുന്നേരം വീട്ടിലിരിക്കും സമയം പോണ അറിയില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് കട്ടിലേക്ക് കയറി കുറച്ചു നേരം മൊബൈലിൽ തോണ്ടി കിടക്കുമ്പോഴത്തേക്കും വൈകുന്നേരം ആവും. ഒരു ദിവസം കഴിഞ്ഞു, പിറ്റേ ദിവസം എഴുന്നേറ്റ് ഡ്യൂട്ടിക്ക് പോകും. ഇപ്പം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ കണ്ടല്ലേ, എന്തൊക്കെ കാര്യങ്ങൾ കണ്ടു, എവിടെ എത്തി. കുറേ സ്ഥലങ്ങൾ നമ്മൾ കറങ്ങി, കുറേ നടന്നു. വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ആനുവൽ ലീവിന് ഭയങ്കര കാലുവേദനയല്ലായിരുന്നു എനിക്ക്. വീട്ടിൽ തന്നെ കുത്തിയിരുന്നിട്ടില്ല എവിടെങ്കിലും. വീട്ടിൽ തന്നെ കുത്തിയിരുന്നു. നിനക്ക് പുറത്തൊക്കെ ഇറങ്ങി പോയിരുന്നല്ലോ. പക്ഷെ അപ്പൊ നമ്മൾ പഴയ വീട്ടിലായിരുന്നല്ലോ അല്ലേ? പുതിയ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടാ. അതുമല്ല എനിക്ക് ഭയങ്കരമായിട്ട് അന്നേരം മഴയും ഭയങ്കര തണുപ്പും പുറത്തിറങ്ങാൻ മടിച്ചു എന്നല്ല, മടിയായിരുന്നു. എങ്ങോട്ടേലും പോവാന്നും പറഞ്ഞിട്ട് എന്നെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ട് വന്ന് ഇച്ചിരി നടന്നപ്പോഴത്തേക്ക് കാലുവേദന എടുക്കാൻ തുടങ്ങി, കൈവേദന എടുക്കാൻ തുടങ്ങി, സ്ഥിരം ഡയലോഗുകൾ വരാൻ തുടങ്ങി. അങ്ങേ അറ്റത്ത് എത്തണം ദൈവമേ, ഇനി എത്ര കിലോമീറ്റർ നടക്കാനുണ്ടോ? ഇന്ന് ഫൈനും കിട്ടും, എല്ലാം കിട്ടും. എത്രയോ KB ലൈൻ ഇതിലേ പോകുന്നുണ്ട്. ഒരു ചുമ്മാ കണ്ണും പോയിട്ട് ഒരു 365 KB ലൈൻ ഗൈസ് ഇതിലേ പോകുന്നുണ്ട് കേട്ടോ. അല്ലേ? അല്ല, ഇനി 400 ആണോ? റോഡൊക്കെ കണ്ടോ? നമ്മളെ നാട്ടിലെ ഇടവഴി കൂടെയൊക്കെ, അതായത് കുറച്ച് ഉള്ളേരിയ കൂടെയൊക്കെ നടക്കുമ്പോൾ അതെ ഇതിന്റെ ടാറ് പൊളിഞ്ഞല്ലേ. പക്ഷെ അതൊക്കെ ഇവിടെ കാണുമ്പോൾ എന്തോ ഒരു പ്രത്യേക ഫീലിങ്. നാട്ടിൽ വെറൈറ്റി. ഇങ്ങനെ ഇവിടെ കാണുമ്പോൾ ഇതൊക്കെ ഒരു വെറൈറ്റി. നാട്ടിൽ ചെന്നിട്ട് പിന്നെ ഇതൊക്കെ കാണുമ്പോൾ ഇത്രയും നാളായിട്ട് ഈ റോഡൊന്നും പണിതില്ലേ, ഇത് എന്താ അങ്ങനെയൊക്കെ അല്ലേ. ഇതാണ് മനുഷ്യൻ. ഇക്കരെ നിൽക്കുമ്പം അക്കരത്തെ പറയും, അക്കരെ നിൽക്കുമ്പോൾ ഇക്കരത്തെ പറയും. ആ പച്ച എന്നുള്ളത് ഞാൻ മാറ്റിന്ന് പിടിച്ചതല്ലേ, അപ്പോഴത്തേക്കും കയറി പച്ച പറഞ്ഞു. വീഡിയോയ്ക്കൊരു ഇത് വരുന്നില്ല. അങ്ങനെ നമ്മൾ നടന്ന് ഇതെവിടെ എത്തിയേ? എവിടെയോ എത്തി. ഇത് നമ്മൾ കണ്ട നേരത്തെ റെയിൽപ്പാളത്തിൻ്റെ അവിടെ എത്തി കേട്ടോ. പണ്ട് ഇതിലെ ഇങ്ങനെ ട്രെയിൻ പോയിക്കൊണ്ടിരുന്ന സ്ഥലമാണെന്ന് തോന്നുന്നല്ലേ. റെയിൽവേ ക്രോസ് അവിടെ എന്തോ എഴുതി വെച്ചിട്ടുണ്ട്, നമുക്ക് നോക്കാം. സിഗ്നലും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരിയല്ല വായിക്കാൻ. ഇവിടുത്തെ സ്ഥലപ്പേരാന്ന് തോന്നുന്നു. എന്തോ ലൈൻ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. എന്നിങ്ങനെ പണ്ട് ഇതിലെ ഇങ്ങനെ കണ്ടോ പാളം നോക്കി.
പണ്ടത്തെ പാളം കേട്ടോ, ഇപ്പോൾ ഉപയോഗിക്കാണ്ട് നോക്ക്. ഇവിടെ ഫുള്ള് മാനിൻ്റെ, നമ്മളാ നേരത്തെ കണ്ട അതിൻ്റെയൊക്കെ കാഷ്ടമാണ്. അതുങ്ങളൊക്കെ ഈ വെയിൽ കായാനൊക്കെ വന്ന് കിടക്കുന്ന ഇവിടെയാന്ന് തോന്നുന്നു. UK പണ്ടത്തെ ട്രെയിനിൻ്റെ കാര്യം അവശേഷിക്കുന്ന ഭാഗങ്ങളാട്ടോ ഇത് ഫുള്ള്. ഇപ്പോൾ കാണാൻ ഇത്രയ്ക്കും ഭംഗിയായിരുന്നല്ലേ, അന്ന് ഇതിലേ പോകാനൊക്കെ, ട്രെയിനിലൊക്കെ പോകാൻ എന്ത് രസമായിരിക്കും അല്ലേ. നമുക്ക് എന്നാ ഒരു ഭംഗിയാന്ന് നോക്കിയാൽ എങ്ങനെ കാണാൻ. ഇവിടുന്ന് ഇതാ ഈ ഒരു ചെറിയൊരു പാലമുണ്ട്, ഈ പാലത്തെ കൂടെ കടന്നു വേണം നമ്മൾ അപ്പുറത്തേക്ക് പോകാനേ. ഗൈസ്, അപ്പോൾ നമ്മളിന്ന് നമ്മുടെ കൺമണീൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ബർത്ത്ഡേൻ്റെ ആഘോഷം അവിടെ നാട്ടിൽ നടക്കുകയാണ്. അവരിപ്പോൾ നാട്ടിൽ നിന്ന് വീഡിയോ കോൾ ചെയ്യുകയാണ്. എന്ത് രസമായിരുന്നല്ല. അയ്യോ, ഇത് ലോക്കാണോ? അല്ല, അത് അടച്ചിടണേ. നമ്മൾ കർണാടക എത്തിയിട്ടുണ്ട്. ഇപ്പോൾ അവിടെ കാണുന്നത് പിന്നെ എന്തോ കൃഷി ചെയ്ത സ്ഥലമാണ്, ഇവിടെ വേറെന്തോ കൃഷി ചെയ്ത സ്ഥലമാണ്. അതേ ഒരു ഫീലിംഗ് ഇല്ല ഗൈസ്. ഗൈസ്, അപ്പോൾ നമ്മുടെ കൺമണീൻ്റെ ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേൻ്റെ കേക്ക് മുറി കേട്ടോ നാട്ടിൽ. അപ്പോൾ നമ്മൾ വീഡിയോ കോൾ ചെയ്യാണ്. കൺമണി കേക്ക് മുറിക്കുന്നതിന് മുമ്പേ അകത്താക്കുവാന്ന് തോന്നുന്നു. എന്നാ കൺമണിക്കൊരു സങ്കടമാണല്ലോ ഒന്ന്. കേക്ക് മുറിക്ക. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു ഡിയർ കൺമണി, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഗൈസ്, അപ്പോൾ നമ്മൾ നമ്മുടെ കൺമണീൻ്റെ ബർത്ത്ഡേയുടെ കേക്ക് മുറിയും കൂടി നമ്മൾ വീണ്ടും നടക്കുകയാണ്. ഗൈസ്, അപ്പോൾ നമ്മൾ വന്നപ്പോൾ ഉള്ള കാലാവസ്ഥയും ഇപ്പോൾ ഉള്ള കാലാവസ്ഥയും എൻ്റെലി മാറിയിട്ടുണ്ട് അല്ലേ. റീത്തോ എന്താ എഴുതി വെച്ചാൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ, അതെ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാനുള്ള ഒരു ഇതാണ്. നടന്ന് ഒരു വഴിയായി ഗൈസ്. ഗൈസ്, പെട്ടു. നടന്ന് ഏതോ കാടിൻ്റെ നടുക്കെത്തി. ഇവിടുന്ന് ഇപ്പോൾ എങ്ങോട്ട് പോകണം എന്ന് അറിഞ്ഞുകൂടാ. സോറി, ബോർഡ് ക്ലോസ്ഡ്. അതിലെ ക്ലോസ് ചെയ്തു. ഇതിലൊരു ഇടവഴിയൊക്കെ കാണിക്കുന്നുണ്ട്. എന്താണോ എന്തോ. എന്തായാലും നമുക്ക് ഇതിലേ പോയി നോക്കാം. പിന്നെ കുറേ ആൾക്കാർ ഇങ്ങനെ നടക്കുന്നുണ്ട്. അതിലിപ്പോൾ നമ്മുടെ മുമ്പിൽ പോയ പുള്ളിക്കാരനില്ലല്ലോ പോയെ. ഓ, അത് ഷോർട്ട് കട്ടായിരുന്നു. ഇത് വല്ലാണ്ട് വഴി തിരിച്ചു വിട്ടു. നിറച്ച് ചെളിയാണ്. അയ്യോ, പോയി. രസമാണ്. നമുക്ക് ടൈം ഉണ്ടായിരുന്നേ കുഴപ്പമില്ലായിരുന്നു. അയ്യേ, പുല്ലേക്കൂടെയൊക്കെ നിറച്ച് ചെളിയാണ്. ഏതോ കാട്ടിക്കൂടെ ഗൈസ്. വലിയ കാടല്ല, ചെറിയ കാട്. പക്ഷേ ഈ കാട്, ഈ മരമൊക്കെ നോക്കി എന്നാ രസമാണല്ല കാണാൻ ഇങ്ങനെ. അതെ, ഇതൊക്കെ പൂവിട്ട് കഴിഞ്ഞാൽ നമ്മളിവിടെ ഇത് കഴിഞ്ഞിട്ട് ഫുള്ള് പൂക്കളൊക്കെ ആയി കഴിയുമ്പോൾ വരാം കേട്ടോ ഇതിന്. ഇതിലെ
നമുക്ക് നേരെ മറ്റേ വഴി കൂടെ ഇങ്ങ് പോന്നാൽ മതിയായിരുന്നല്ലേ. ഇത് ഇവിടെ അടച്ചു വച്ചാക്കുമായിരുന്നു എന്ന് അറിയത്തില്ലായിരുന്നു. അല്ലെങ്കിൽ അതിലേക്ക് വന്നായിരുന്നതിൽ കറക്റ്റ് അപ്പുറം എത്തിയാണ്. എൻ്റെ കാലും ചെറുതായിട്ട് വേദന എടുക്കുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. ഓ, വേദന പോയോ? അതിൻ്റെ ഇടയ്ക്ക് നീ എന്താ കഴിച്ചേ? അയ്യോ ചെളി, വേഗം പോരെ. ഇതൊക്കെ ആപ്പിൾ മരമാണോ? നമ്മളെ നേരത്തെ കണ്ട ആപ്പിൾ മരം പോലെ ഉണ്ടല്ലോ. റോട്ടിലെല്ലാം കിടപ്പുണ്ടെന്ന് നോക്കി കൺഫേം ചെയ്യാം. വീഡിയോയിൽ ഫുള്ള് ഞാൻ ശ്വാസം വിടുന്ന ഒച്ചയായിരിക്കും അല്ലേ ഗൈസ്? ഇതിലൊക്കെ ഇങ്ങനെ നടക്കാനൊരു പ്രത്യേക ഫീലാണ്. അപ്പം നമ്മുടെ നാട്ടിലാണെങ്കിലും നമുക്ക് പരിചയമില്ലാത്ത സ്ഥലത്തൂടെ ഇങ്ങനെ നടക്കുന്ന ഒരു പ്രത്യേക ഫീലല്ലേ. ഇത് മാന് പോയ കാൽപ്പാടുകൾ കണ്ടോ? അല്ല, ഞാനൊരു കാര്യം പറയട്ടെ, ഇതിങ്ങനെ പോയിട്ട് വേറെ എവിടെയെങ്കിലും ചെന്ന് കയറുന്നെങ്കിലോ? നമ്മൾ പിന്നെ വണ്ടി ഇട്ട സ്ഥലത്തേക്ക് എങ്ങനെ എത്തിപ്പെടും? ടാക്സി വിളിക്കടാ അല്ലേ? നമുക്ക് ഇവിടെയൊക്കെ എന്ത് രസമല്ലേ. ചെളിയാ, നോക്കണേ. അയ്യേ, ഇതൊക്കെ ആരോ എന്തൊരു സംഭവം ഉണ്ടാക്കിയ ഊഫ്, കൈ ഇടിച്ച്. ചിരിക്കണ്ട. നമ്മളിവിടെ എത്തി. പക്ഷേ ഈ സാധനമാണ് നമ്മൾ അവിടുന്ന് കണ്ടത്. നമുക്ക് അവിടുന്ന് ഇങ്ങനെ കയറി വന്നാൽ മതിയായിരുന്നു. അതിന് നമ്മൾ അതിലേക്ക് ഇറങ്ങി വെറുതെ. അയ്യോ, ഇത് മെയിൻ റോഡെത്തി. ഇപ്പൊ ഗൈസ്, അപ്പോൾ നമ്മൾ നടന്ന് ഇതേ വേറൊരു മറ്റേ ക്രോസിങ്ങിൻ്റെ അവിടെ ആട്ടോ എത്തിയത്. അപ്പോൾ ഇനിയും നമ്മൾ ഇവിടുന്ന് നടന്ന് അപ്പുറം എത്തണം. ഇന്ന് ഇതിലെ മൊത്തം കറങ്ങി കളിക്കും തോന്നുന്നു. അതെ ഗൈസ്, നമ്മളൊരു വെള്ളക്കെട്ടിൻ്റെ അവിടെ എത്തി. ഞാൻ പറഞ്ഞില്ല, ഇതിങ്ങനെ ഒരു റൗണ്ടാണ്. ആ റൗണ്ടിൻ്റെ നടുക്കാണ് മറ്റേ ആ തടാകമുള്ളത്. അപ്പം അതിന് ചുറ്റും ഇങ്ങനെ, ഇപ്പം എങ്ങനെ പോയാലും നമ്മൾ തുടങ്ങിയെടുത്ത് ഈ റൗണ്ട് ഇങ്ങനെ കറങ്ങി എത്തും. ഇത് ടെൻഷനാവണ്ട, നമുക്കിവിടെ എത്തും. ഇത് കലക്കവെള്ളമാണല്ലോ. കലക്കവെള്ളമല്ല, ഇളക്കമില്ലാത്ത വെള്ളം അല്ലേ, കെട്ടിക്കിടക്കുന്ന വെള്ളം പോലെ. ഇത് വലിയ പാറയത് അല്ലേ? ഈ മലയാറ്റൂരൊക്കെ ഉള്ള വലിയ പാറയില്ല, മലയാറ്റൂർ മലയിലൊക്കെ ഉള്ള അതേപോലെ ഉണ്ട്. വഴി അല്ലെന്നേ, വഴി ഉണ്ടാവും. ദൈവമേ, അല്ലെങ്കിൽ ഇപ്പോൾ വന്ന അത്രയും വഴി തിരിച്ചു പോകാനോ? ഇതേ താറാവ്. നല്ല വെയിലാണ്, വേർക്കാനും തുടങ്ങി അല്ലേ? ഇവിടെ വന്നിട്ട് വേർക്കുന്നതൊക്കെ ആദ്യമായിട്ടാ. ആ പാർക്കിൻ്റെ അവിടെ മറ്റേ ടിക്കറ്റ്, അതായത് പാർക്കിംഗ് ഫീസ് ടിക്കറ്റ് എടുക്കുന്നതിൻ്റെ അവിടെ
ഓൾ ഡേ എന്ന് എഴുതി വെച്ചപ്പോൾ ഞാൻ ചോദിച്ചില്ല ഇതെന്തിനാ ഓൾ ഡേ എന്നൊക്കെ. ഇപ്പം മനസ്സിലായില്ല എന്തിനാ ഓൾ ഡേ എന്ന്. ഇത് കറങ്ങി തിരിഞ്ഞ് അവിടെ എത്തണമെങ്കിൽ മിക്കവാറും ഒരു ദിവസം മൊത്തം വേണ്ടി വരും. ആ ശരിക്ക് ഇത് നിറച്ച് ഇലയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇതിലെ നടന്നു പോകാനല്ലേ. ഫുള്ള് പൂക്കളൊക്കെ ആയി കഴിയുമ്പോൾ ഒരു ദിവസം ഇതിലെ വരണം. അതെ ഇപ്പം വഴിയൊക്കെ മേലെ കയറി പോയാൽ നമ്മൾ നമ്മുടെ വണ്ടീൻ്റെ അടുത്ത് എത്തിയാൽ മതി. ജിച്ചക്കല്ല നിനക്ക്. ഞാൻ എവിടെയായാലും കറങ്ങി തിരിഞ്ഞ് അവിടെ എത്തിക്കോളൂ. നീ എൻ്റെ പുറകെ ഇങ്ങ് വന്നാൽ മതി. ഫുള്ള് ചെളിയാണല്ലോ. ഓ പെട്ടു. ഇതിലേ കയറിപ്പോ. ഇതെന്താ ചക്കക്കുരു? ചക്കയൊക്കെ ഉണ്ടോ ഇവിടെ? അവൾ അതിലേ പോയ മേലെക്കൂടെ വഴിയാണോ അല്ലേ നമ്മൾ ഇതിലേ തന്നെ പോകണമെന്നറിയാൻ വേണ്ടി. ഇവിടെ ചെളിയാ, മേലേക്ക് നോക്കാൻ പോയതാ. എന്താ സ്ഥിതി? മേലെ വഴിയുണ്ടോ? അവിടെ നിന്ന് വീഴല്ലേ, ഈ ചെളിയിൽ നിന്ന് പിന്നെ പറക്കിയെടുക്കാനാവില്ല. വഴിയില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ തന്ത്രപൂർവ്വം നിന്നോട് പറഞ്ഞാൽ നീ നോക്കിയിട്ട് വരാൻ. ഇതൊക്കെ ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. വാ വാ, അതിൽ തന്നെ തിരിച്ചിറക്കണ്ട, അതിൽ തന്നെ മേലക്കൂടെ അല്ലേ ചെളിയിലാവും. അമ്മേ പോയി. അയ്യോ, എല്ലാവരും തെന്നി തെന്നി പോയ എൻ്റെ പാടാട്ടോ ഇവിടെ നിറച്ച്. ഇതുണ്ടോ എല്ലാവരും തെന്നി വീണാത്ത. ഞാനും 2 വട്ടം തെന്നി. അതെ മേലെ വഴിയുണ്ട്, ആ വഴി കൂടെ വാ. അയ്യേ എവിടെയും ചെളിയാ. അങ്ങനെ ഞാൻ സേഫായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. അത് വേറെ എങ്ങോട്ടെങ്കിലും പോണ വഴിയായിരിക്കും. ബാ. എന്നായിട്ട് കല്ലോ? എൻ്റെ ദൈവമേ, ഇനി കല്ല് ചോന്നുകൊണ്ടാണ് നടക്കുന്നത്. വീഴാണ്ട് വന്നേ. ഈ കല്ലെന്തിനാ? ഒറ്റയ്ക്ക് നടക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞോളാം. ഇപ്പൊ ഇതൊരു കല്ലും എടുത്തിട്ട് നടക്കുന്നത്. കുഞ്ഞിക്കല്ലാണ്. വഴി ഉണ്ടാവൂന്നേ. ഇത്രേ ആൾക്കാർ പോകണ കണ്ടോ. സൈക്കിള് പോയ പാടുണ്ട്, കാൽപ്പാടുണ്ട്. നീ എന്തിനു പേടിക്കുന്നത്? നിന്റെ ഇപ്പം ഞാനല്ലേ ഉള്ളേ. അതാണ് നിനക്ക് പേടിയെന്നല്ലേ. നീ പേടിക്കണ്ട, നിന്നെ കറക്റ്റ് ഞാൻ വീട്ടിലെത്തിച്ചോളാം. പേടിയൊന്നുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും വഴി കാണുമ്പോൾ അയ്യോ ഇത് എങ്ങോട്ട് പോകണമെന്ന്. വീഡിയോയ്ക്ക് നല്ല ലെന്താവൂലോ. പക്ഷെ ഇതൊന്നും എടുക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ നാട്ടിലേക്കുള്ളവർക്ക് പണ്ട് ഇവിടെയൊക്കെ വരുന്നതിന് മുമ്പ് ഞാനും ഇതുപോലെ ഇവിടുന്ന് ഓരോരുത്തരൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് നമ്മുടെ കൊറോണേൻ്റെ സമയത്തൊക്കെ കുവൈറ്റിൽ 6 മാസത്തോളം റൂമിലിരുന്നപ്പം ഞാൻ എല്ലാവരും ആയിത്തൂടെയും പോകുമായിരുന്നു. അതായത് ഓരോ യൂട്യൂബ്സിൻ്റെ വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. പണി പാളിയില്ല. ഇതിലേ പോകണം. അവരിവിടെ നിന്നല്ലോ വന്നത്, അപ്പോൾ നമുക്ക് ഇതിലേ പോവാം. ആ തടാകം കണ്ട് ഗൈസ്. അവൾക്ക് പകുതി ആശ്വാസം വന്നു. നമ്മുടെ തടാകം കണ്ട്, കാർ പാർക്കിങ്ങിൻ്റെ ആ സ്ഥലം. അപ്പോൾ ഇതിലേ പോയാൽ അവിടെ എത്തും ഗൈസ്. അപ്പോൾ നമ്മൾ മൂന്നാർ എത്തി. അല്ല, വാഗമൺ എത്തി. വാഗമൺ. അപ്പോൾ നമ്മൾ എവിടെയൊക്കെ പോയി ഇന്ന്? കർണാടകയിൽ പോയി, ആലപ്പുഴയിൽ പോയി, വയനാട്ടിൽ പോയി, വാഗമണ്ണ് പോയി. പിന്നെ എവിടെയാണ് പോയത്? അതെ, എനിക്ക് വിശക്കുക. രാവിലെ എന്താ ഹെവി ഫുഡ് കഴിച്ചാൽ? പപ്സ് എന്ന് പറയാൻ പറ്റില്ല, പപ്സിൻ്റെ കുഞ്ഞ്. ഇന്നലെ ഒരാൾ പപ്സ് ഉണ്ടാക്കിയതാ. മുട്ട വേറെ, അതിൻ്റെ മേലെയുള്ള ഉള്ളിയും കാര്യങ്ങളും മസാല വേറെ, പിന്നെ അതിൻ്റെ മേലെയുള്ള റാപ്പ് വേറെ.
എല്ലാം കൂടെ കൂട്ടി ഞാൻ ഒരു പപ്സായിട്ടങ്ങ് കഴിച്ചു. ഇച്ചിരി ഒന്ന് ചീറ്റിപ്പോയതാ. ഇച്ചിരി. പക്ഷെ അതിന് മുമ്പത്തെ പ്രാവശ്യം നീ ഉണ്ടാക്കിയത് സൂപ്പറായിരുന്നു. ഇപ്രാവശ്യം ഞാൻ മറ്റേ ഓവൻ വെച്ചിട്ടാ. ഏത് വലിയ ഓവനിൽ വെച്ചിട്ടാ? ഈ മരം നോക്ക്, പൈൻ മരം. അപ്പം നമ്മൾ വാഗമണ്ണെത്തി. കായോ? പൈൻ്റെ കായ് അതാ. ഇതേത് പച്ചയാ? ഓ അത് നിറച്ച് മുള്ള, കൈ പോയി. അതെന്തോ ഒരു സംഭവം. എന്തായാലും കുറേ ആൾക്കാർ വരുന്ന സ്ഥലം എന്താ പറയുക, കാർ പാർക്കിങ്ങിൽ കുറേ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടാവും. അവിടെ എന്തൊക്കെയോ എഴുതി വച്ചിട്ടുണ്ട്. എൻ്റെ കണ്ണ് അത്രയും അങ്ങ് പിടിക്കുന്നില്ല. അത് നോക്ക്, ഫുള്ള് വെള്ള. കുറച്ച് ഒരു മാസം കൂടെ കഴിഞ്ഞാൽ ഇതിലേക്ക് വരാൻ എന്നാ രസമായിരിക്കും അല്ലേ? നമുക്കൊപ്പം വരണം. എവിടെ? നമ്മൾ അതിലേണ്ടൊക്കെയാണ് വന്നത്. നമ്മുടെ റൈറ്റ് സൈഡിൽ നിന്നാണ് മറ്റേ ആ താറാവ് കൂട്ടങ്ങൾ കരയുന്ന ഒച്ച വെക്കുന്നത്. അപ്പം ഇനി റൈറ്റിലേക്ക് എപ്പോൾ വഴി കണ്ടാലും ചാടിക്കോളും അങ്ങോട്ടേക്ക്. ഇവിടുന്ന് ഇത് റൈറ്റിലേക്ക് ഒരു വഴി കാണുന്നുണ്ട്. ഇതില്ല, ഇത് നമ്മുടെ ഓപ്പോസിറ്റ് അല്ല, നമ്മൾ വന്നതിൻ്റെ ഒരു പാരലായിട്ടുള്ള റോഡാന്ന് തോന്നുന്നു. ചെളിയാണല്ലോ. എൻ്റെ ഷൂ ഫുള്ള് ചെളിയായി. വീട്ടിൽ ചെന്നിട്ടല്ല, ഇവിടുന്ന് കഴുകിയിട്ട് ചെളിയൊക്കെ കളഞ്ഞിട്ട് വണ്ടിയെ കയറിയാൽ മതി. ഞാൻ വിചാരിച്ചുള്ളൂ ഇപ്പം നീ പറയും പിന്നെ ഇതാക്കാലും ചെളിയാ എൻ്റെ വണ്ടിക്കകത്തുനിന്ന്. അതിലേ പോകണ്ട, അവിടെ അറച്ച് ചെളിയാ, നമുക്ക് ഇതിലെ ഷോട്ട് ചെയ്യണം. ഓ ഇരിക്കാനൊരു ബെഞ്ച് കാണുന്നു. ഒരു 5 മിനിറ്റ് ഇരുന്നിട്ട് പോവാൻ. അയ്യോ അൽവി 37 പണി വാളും നേരം അല്ല, വേണ്ട. അങ്ങനെ നമ്മൾ ചെളിയില്ലാത്തൊരു റോഡിൽ കയറിയിട്ടുണ്ട്. ഇവിടുന്ന് ഇനി എന്തോരം നടക്കണം? അങ്ങനത്തെ ഒക്കെ ചോട്ടിലുണ്ടോ നോക്കി. പറിച്ചെടുക്കാൻ. അതെ, എൻ്റെ ദൈവമേ 4 കിലോമീറ്ററും കൂടി ഉണ്ട് ഇനി. പെട്ടു ഗൈസ്. അപ്പോൾ നമ്മൾ പെട്ടിരിക്കുകയാണ്. കുറുനരീൻ്റെ കൂടുതലെത്തണമെങ്കിൽ അങ്ങനെയല്ലല്ലോ. അതെങ്ങനെയാ കുറുനരി അങ്ങനെ എന്താ പറയില്ല. ഞങ്ങൾക്ക് വീട്ടിലെത്തണമെങ്കിൽ മാപ്പിന്റെ സഹായം വേണം. നമുക്ക് മാപ്പിനോട് ചോദിക്കാം. ഇനി എത്ര കിലോമീറ്റർ കൂടെ പോയാലാണ് ഞങ്ങളുടെ? അതെ. ഓ ഇത് റബ്ബറിന്റെ ഇതാണോ? അതെന്താ? അതെ, ഉണ്ടായിരുന്ന വെള്ളക്കുപ്പിയും കൂടെ വണ്ടിക്കകത്ത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ശരിക്കും മൂത്രമൊഴിക്കാൻ മുട്ടുന്നുണ്ട്. സാധാരണ നീയാണല്ലോ പറയാറ്. ഞാനുണ്ടല്ലോ തിരിച്ച് വെള്ളം എടുക്കാൻ വേണ്ടി വീട്ടിൽ കയറി പോയില്ലായിരുന്നു. അന്നേരം ഞാനൊന്ന് ടോയ്ലറ്റിൽ പോയിട്ടായിരുന്നു. നന്നായി. അല്ലെങ്കിൽ ഞാൻ നോക്ക്. അയ്യേ ഇത് ഞാൻ വിചാരിച്ചു ഉണങ്ങിയിരിക്കുന്നത്. ഞാൻ വിചാരിച്ചു ആ കളറിലുള്ള ഇലയാന്ന്. നീ ഒരു മണ്ടൻ തന്നെ എന്നല്ലേ ഉദ്ദേശിച്ച? നീ മനസ്സിലായി. നമ്മൾ വന്നത് ഇവിടുന്ന്. ഇതിപ്പോൾ ഇങ്ങോട്ടൊരു വഴി കാണുന്നുണ്ട്, ഇങ്ങോട്ടൊരു വഴി കാണുന്നുണ്ട്. അവിടെ തടാകം അവിടെ കാണുന്നതും കൊണ്ട് നമ്മൾ നേരെ ഇതിലേ പോവാണ്. ഇവിടെയൊക്കെ ഫുള്ള് വെള്ളം കെട്ടി കിടക്കുക. പറക്കല്ലേ. അങ്ങനെ നമ്മൾ എവിടെയോ എത്തി. ദൈവമേ ഇനി എത്ര കിലോമീറ്റർ നടന്നാലും പോലും അവിടെ എത്തുക. ഞാൻ ജസ്റ്റ് അങ്ങോട്ടൊന്ന് കയറി നോക്കട്ടെ, ആ പാറക്കല്ലയിലൊന്ന് കയറി നോക്കട്ടെ. ദൈവമേ ഇത് നമ്മൾ നേരെ ഓപ്പോസിറ്റ് എത്തിയതേ ഉള്ളൂ. അത് നോക്ക്.
നമ്മൾ ആ ബോട്ട് സർവീസ് എന്നൊക്കെ പറഞ്ഞില്ലേ, അതിന്റെ ഓപ്പോസിറ്റ് എത്തിയതേ ഉള്ളൂ. അതെ, അങ്ങനെ നമ്മൾ കണ്ണൂർ കോട്ടയിലെത്തി. കണ്ണൂർ കോട്ടയുടെ മേലെ കൂടെ പോകുമ്പോൾ എങ്ങനെയാണോ കാണുന്നത് അതേപോലെ ആട്ടോ ഇപ്പം കാണുന്നത്. ഓ, ഇന്ന് എത്ര സ്ഥലത്ത് പോയല്ലോ നമ്മൾ, പാവം നമ്മൾ. കണ്ണിൽ ഈച്ച പോയി, ഭയങ്കര ഈച്ച. എന്തീച്ചല്ലേ രസമല്ലേ, ആ വീട്ടിലൊക്കെ താമസിക്കുന്നവർക്ക് എന്ത് സുഖമല്ലേ. ഫുള്ള് ലേക്ക്, നല്ല അടിപൊളി സ്ഥലം. അങ്ങനെ നമ്മൾ നടന്ന് ഏകദേശം നമ്മൾ തുടങ്ങിയതിൻ്റെ അവിടെ എത്തിയും തോന്നുന്നു. എനിക്ക് തോന്നുന്നു ആ കാണുന്നതാണ് ആ കോഫി ഷോപ്പ്. അതാണോ അതിൻ്റെ അപ്പുറത്തെയാണോ? എന്തായാലും കുറച്ചും കൂടെ നടന്നാൽ നമ്മൾ എത്തും എന്ന് വിചാരിക്കുന്നു. എന്താണ് അല്വി, ഈച്ച പോയാ മൂക്കിൽ ഫുള്ള് ഈച്ച. അപ്പോൾ നമ്മൾ നടന്ന് ഏകദേശം നമ്മൾ തുടങ്ങിയെടുത്ത് തിരിച്ചെത്തിയിട്ടുണ്ട്. നമ്മുടെ കാർ പാർക്കിങ്ങിൻ്റെ അവിടെ എത്താറായിട്ടുണ്ട്. ഒരു വല്ലാത്ത നടപ്പായിപ്പോയി, പക്ഷേ ഇവിടെയൊക്കെ കാണാൻ നല്ല അടിപൊളി കേട്ടോ. അടുത്തു, അത് സത്യമാണ്. പക്ഷേ അതെ, ഇതൊക്കെ ഇത്രയും നടന്നതിന് കുറേ സ്ഥലങ്ങൾ കാണാൻ പറ്റി. ഒരു നാട്ടിലൊക്കെ പോയൊരു ഫീൽ കിട്ടി. ഭയങ്കര രസമാണ്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. വെള്ളത്തിൽ എന്തോ ഒരു മെയിന് വരുന്നു പിടിക്കാൻ നിൽക്കുന്നതാണോ അത്? കറുത്ത കൊക്ക് പോലത്തെ ഒരു സാധനം, കറുത്ത കൊക്ക്. കാല് കഴുകണോ? അല്ല ഗൈസ്, അങ്ങനെ ഈ പരിസരം മൊത്തം കറങ്ങി ഏകദേശം ഒരു 5-8 കിലോമീറ്ററുകൾ നടന്ന് ഞങ്ങളിത് അവസാനം നമ്മുടെ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തെത്തി കേട്ടോ. ഒന്നും പറയണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറായിരുന്നു. അതെന്താ പോയ ഒരു ഇതല്ലല്ലോ, പോയപ്പോൾ ഉള്ളൊരു ഇൻട്രസ്റ്റ് ഇപ്പോൾ കാണുന്നല്ലോ. നിങ്ങൾ കണ്ടല്ലോ നമ്മൾ ഇതിലേക്ക് പോയിരുന്നു. ഏകദേശം ഒരു 8 കിലോമീറ്ററിൻ്റെ അടുത്ത് നമ്മളിപ്പോൾ നടന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഈ സ്ഥലവും ഈ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. നമ്മൾ പോയപ്പോൾ ഉള്ള വെയിലൊക്കെ പോയി. ഞാൻ അപ്പോഴേ പറഞ്ഞായിരുന്നു നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേക്ക് ഫുള്ള് ഇരുണ്ട് മൂടുമെന്ന്. ഇതേ ഫുള്ള് ഇരുണ്ട് മൂടി. സമയം ഇപ്പം 3 മണി ആയതേ ഉള്ളൂ. ഒരു 6 മണി ആയ പോലെ ഫുള്ള് ഇരുണ്ട്.